നമസ്കാരം. മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. നെല്ലിക്കുഴിയിലെ റോഡപകടത്തിന് ഉത്തരവാദിത്തം PWD അധികൃതർക്കാണെന്ന് നാട്ടുകാർ. പ്രതിഷേധവുമായി UDF നേതാക്കൾ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നേതാക്കൾ പറഞ്ഞു. നെല്ലിക്കുഴി കമ്പനിപ്പടിയിൽ PWD റോഡിന് സമീപമുള്ള ഓടയിലേക്ക് വീണ് കഴിഞ്ഞ ഞായറാഴ്ച വെളുപ്പിന് ബൈക്ക് യാത്രക്കാരായ 2 യുവാക്കൾ മരിക്കാനിടയായതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം PWD അധികൃതർക്കാണെന്ന് ആരോപണം. പ്രതിഷേധ സൂചകമായി UDF നേതാക്കൾ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഇതിന്റെ അകത്ത് നിങ്ങൾ ഫണ്ടില്ല എന്ന് പറയോ, നാളെ തന്നെ കൊണ്ടുപോയി അവിടെ കോൺക്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിലവിൽ അവിടെ ആൻഡ്രയിൽ പിടിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണമല്ല. ഈ വർക്ക് ചെയ്ത് ഇവിടുന്ന് മെഷർമെന്റ് എടുത്ത് കൊടുത്തിട്ടുണ്ടോ? AE/0 മെഷർമെന്റ് എടുത്ത് കൊടുത്ത ആ പൈസ ബില്ല് മാറിയിട്ടുണ്ടോ? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം പറയണ്ട, ഇനി ചെയ്യേണ്ട കാര്യം നിങ്ങൾ പറയണ്ട. ഇപ്പൊ നിലവിലെ ഞാൻ അവിടെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഞാൻ ചോദിക്കണേ, ഇപ്പൊ എനിക്ക് നിങ്ങൾ ഇനി അവിടെ പോയി നോക്കി അതിന് ഫണ്ട് വെക്കുന്ന കാര്യമല്ല തീരുമാനം. ഈ കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദിയായത് ഈ വർക്ക് നടത്തിയ ഏത് കോൺട്രാക്ടർ ആണെങ്കിലും അതിന് നിങ്ങൾ മെഷർമെന്റ് എടുത്ത് ബില്ല് മാറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അതിനെന്ത് നടപടി സ്വീകരിക്കുമെന്ന് പറയണം. സമരത്തിൽ UDF നേതാക്കളായ അലി പടിഞ്ഞാറേച്ചാലിൽ, MA കരീം, പരീദ് പട്ടമാവുടി, ഷംസു നരീക്കമറ്റം, KP അബ്ബാസ്, KP കുഞ്ഞ്, നൌഫൽ കാപ്പുചാലിൽ, റഫീഖ് മുല്ല, ഷബിൻ ഇസ്മായിൽ, ഷഫീഖ് ഇടപ്പാറ, അജ്മൽ മാണിക്കൽ എന്നിവർ പങ്കെടുത്തു. അശാസ്ത്രീയമായ രീതിയിൽ റോഡ് നിർമ്മിച്ചതാണ് അപകട കാരണമെന്ന് നേതാക്കൾ പറഞ്ഞു. ഈ ഭാഗത്ത് വാഹനയാത്രക്കാരും കാൽനടക്കാരും നിരന്തരം അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ഇതേ സ്ഥലത്താണ് ബൈക്കിൽ വന്ന 2 യുവാക്കൾ കാനയിലേക്ക് മറിഞ്ഞ് മരണപ്പെട്ടത്. അപകട മേഖലയെ സംബന്ധിച്ച് നിരവധി തവണ നാട്ടുകാരും പൊതുപ്രവർത്തകരും PWD അധികൃതരെ അറിയിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. UDF നടത്തിയ ഉപരോധ സമരത്തെ തുടർന്ന് കോതമംഗലം പോലീസ് ഇൻസ്പെക്ടർ PWD ഓഫീസിലെത്തി സമരക്കാരും എഞ്ചിനീയറുമായി സംസാരിച്ചു. അപകട സ്ഥലം സന്ദർശിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താമെന്ന അധികൃതരുടെ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു. ഈ കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയാണ് വളരെ ദാരുണമായ ഒരു ദുരന്തം ഞങ്ങളെല്ലാവരും ആദ്യം സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ അവിടെ പോയി ഈ സംഭവം ചെല്ലുമ്പോഴേക്കും ആ കുട്ടികളുടെ ബോഡി അവിടെ നിന്ന് ഫയർഫോഴ്സ് വന്ന് നീക്കം ചെയ്തിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവിടെ ഈ പറയുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ അവിടെ പരിശോധന നടത്തി. പോലീസിൻ്റെ റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഈ പറയുന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ റിപ്പോർട്ട് ഇന്നലെയും ഇന്നുമായി പത്രമാധ്യമങ്ങളിൽ വന്നിരിക്കുന്നു. ഇത് ഗുരുതരമായ അനാസ്ഥയാണെന്നും PWDയുടെ തുറന്ന ഓടയാണ് ഈ അപകടത്തിന് കാരണമെന്നും ഈ മരണത്തിന് ഉത്തരവാദി അവരാണെന്ന് തന്നെ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടാണ് പത്രവാർത്ത വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് PWD അധികാരികളെ ബന്ധപ്പെടുമ്പോൾ ഇദ്ദേഹം അവിടെ സൈറ്റ് സന്ദർശിക്കാമെന്ന് പറയുകയും ഈ സൈറ്റ് സന്ദർശിക്കുകയോ ഇനിയൊരു അപകടം ഉണ്ടാകാത്ത രീതിയിൽ അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കാൻ പോലും ഈ PWD അധികാരികൾ തയ്യാറായിട്ടില്ല. 11.5 കോടി രൂപ അനുവദിച്ച് ഈ പറയുന്ന പ്രദേശത്ത് ഉൾപ്പെടെ ഐറിഷ് വർക്ക് ഉൾപ്പെടെ ഓടയുടെ വർക്ക് ഉൾപ്പെടെ ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ടായിട്ട് അന്ന് ആ വർക്ക് ചെയ്തപ്പോൾ അവിടെ സ്ലാബ് ഇടണമെന്നുള്ള ആവശ്യം അവിടെ തൊട്ടടുത്തുള്ള പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടിട്ടും അവിടെ ഒന്നും സ്ഥാപിക്കാതെ രാഷ്ട്രീയ ഇടപെടൽ മൂലം MLAയും പഞ്ചായത്ത് പ്രസിഡന്റും പറയുന്ന സ്ഥലങ്ങളിൽ ആളുകളുടെ ബിൽഡിങ്ങിൻ്റെ മുമ്പിലെല്ലാം സ്ലാബുകൾ സ്ഥാപിച്ച് ഇത്രയും വലിയ അപകടം നടക്കുന്ന സ്ഥലത്ത് ഒരു സ്ലാബ് പോലും ഇടാതെ ഈ കുട്ടികൾക്ക് മരണത്തിന് ഇടയാക്കിയ ഈ PWD അധികാരികൾക്കെതിരെ നടപടിയെടുക്കുമോ എന്ന് പോലീസ് ഇവർക്കെതിരെ നടപടിയെടുക്കുമോ? മീഡിയ 60 കോതമംഗലം.